our next topic is second order low pass Butterworth filter. നമ്മൾ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ കണ്ടു. ആ ഒരു കേസിൽ നമ്മൾ എന്താണ് ഒരു RC നെറ്റ്വർക്കാണ് യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് ഓർഡർ ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എന്താണ് ഒരു വൺ ടൈപ്പ് RC നെറ്റ്വർക്ക്. നമ്മൾ RC നെറ്റ്വർക്ക് ഫിൽറ്ററിങ് യൂസ് ചെയ്ത് നമ്മൾ ഒരു ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ എന്താ കണ്ടുപിടിച്ചത് വിവോ അതായത് അതിൻ്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്തു. ഗെയിൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ കിട്ടിയത് AF ഡിവൈഡ് ബൈ 1 + എന്തായിരുന്നു √1 + F/FH അല്ലേ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടി. അങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയ ഗെയിൻ എന്ന് പറയുന്നത് അല്ലേ. പിന്നെന്താ കിട്ടിയത് then AF = 1 + RF divided by R1 FH = 1/2 RC. ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയ വാല്യൂസ്. ഓർക്കുന്നുണ്ടല്ലോ. ഹിയർ ഇൻ ദിസ് കേസ് സെക്കൻഡ് ഓർഡർ ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ സെക്കൻഡ് ഓർഡർ ടൈപ്പ് സിംപ്ലി ബൈ യൂസിങ് ആൻ അഡീഷണൽ RC നെറ്റ്വർക്ക്. അതാണ് ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്നത്. സിംപ്ലി ബൈ യൂസിങ് ആൻ അഡീഷണൽ RC നെറ്റ്വർക്ക്. ഓക്കെ. ദെൻ സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഹൈ ഓർഡർ ഫിൽറ്റർ ക്യാൻ ബി ഡിസൈൻഡ് യൂസിങ് ദം. ദ ഗെയിൻ ഓഫ് ദ സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ ഈസ് സെലക്റ്റഡ് ബൈ R1 ആൻഡ് RF while the cutoff frequency FH is determined by R2, R3, C1 and C2. ഫസ്റ്റ് ഓർഡർ ഫിൽറ്ററിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു ഹൈ ഗെയിൻ FH = എത്രയായിരുന്നു 1/2 RC ആയിരുന്നു. അതുപോലെ ഗെയിൻ എന്ന് പറയുന്നത് 1 + RF ഡിവൈഡ് ബൈ R1. ഗെയിൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അതെന്താണ് 1 + RF ഡിവൈഡ് ബൈ R1 തന്നെയാണ്. ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ അതിൻ്റെ ഗ്രാഫാണ്. ഗ്രാഫ് ഈസ് സിമിലർ ടു എന്താണ് അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിന് സിമിലറാണ്. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ബാൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് എവിടെയാണ് റോൾ ഓഫ് റേറ്റ് എന്ന് പറയുന്നത് 40 dB ഡിവൈഡ് -14 dB ഡിവൈഡ് ബൈ ഡെക്കേഡാണ് ഇവിടെ കിട്ടുന്ന റോൾ ഓഫ് എന്ന് പറയുന്നത്. ഈസ് ഒബ്റ്റെയിൻഡ് വിത്ത് ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ -20 dB പെർ ഡെക്കേഡ് ആണെങ്കിൽ ഇത് -40 dB പെർ ഡെക്കേഡാണ്. ഇനി ഒരു തേർഡ് ഓർഡറാണ് എന്ത് വരും -60 dB പെർ ഡെക്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓർഡർ കൂടുന്നതനുസരിച്ച് ഈ പ്രാക്ടിക്കൽ ഗ്രാഫ് തിയറട്ടിക്കൽ ഗ്രാഫിനോട് കുറച്ചും കൂടി അടുത്തടുത്ത് വരും. കുറച്ച് കഴിയുമ്പോൾ ഇത് തേർഡ് ഓർഡർ ആകുമ്പോൾ -16 dB പെർ ഡെക്കേഡ്, ഫോർത്ത് ഓർഡർ ആകുമ്പം കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവും അല്ലേ. അങ്ങനെ ഐഡിയൽ ഗ്രാഫിനോട് ഓർഡർ അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഐഡിയൽ ഗ്രാഫിനോട് ഇത് കൂടുതൽ ഇങ്ങോട്ട് അടുത്ത് വരുന്നു. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് ഈ സെക്കൻഡ് ഓർഡർ. ഈ ഓർഡർ അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ എന്താണ് റോൾ ഓഫ് റേറ്റും ഇൻക്രീസ് ചെയ്യുകയും അത് ഐഡിയൽ ഗ്രാഫിനോട് കുറച്ച് മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് ഹൈ കട്ട് ഓഫ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. ഹൈ കട്ട് ഓഫ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം XR1 XR2 = എന്താണ് XC1 XC2 അല്ലേ. ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ XR എന്ന് പറഞ്ഞാൽ എന്താ R ആണ്. XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XR2 എന്ന് പറഞ്ഞാൽ R1 R2 = എന്താ കിട്ടിയേക്കുന്നത് 1/jω1 × 1/jω2 അല്ലേ. അപ്പോൾ എന്ത് വരും 1/jωc അല്ലേ. jωc. അപ്പോൾ എന്ത് വരും ω² = 1 ഡിവൈഡ് ബൈ R1 R2 R3 C1 C2. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ 2πf ആണ് അല്ലേ. അപ്പോൾ FH ഹൈ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്ത് വരും 1/2π ω² ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്ത് വരും 2π ഒമേഗ എന്ത് വരും 1/2π √R2 R3 C2 C3 എന്ന് കിട്ടും
അപ്പം ഒമേഗ എന്താണ് 2πf ആണ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2π റൂട്ട് ഓഫ് R2 R3 C2 C3. Okay, then finally we obtain FH equal to, then the gain of the second order filter is set up by R1 and RF, while high cutoff frequency FH is determined by R2 C2 R3 C3. Then FH equal to 1 by 2π root of R2 R3 C2 C3. ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? XR2 XR3 equal to XC2 XC3. XR1 എന്ന് പറഞ്ഞാൽ എന്താ? R2 എന്ന് പറഞ്ഞാൽ എന്താ? R2 ആണ്. ഇത് R3 ആണ്. ഈക്വൽ ടു 1 ബൈ എന്ത് വരും? ജെ ഒമേഗ സി C2 അല്ലേ? ഒമേഗ C2 ജെ ഒമേഗ C2 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ജെ ഒമേഗ C2 1 by j omega C3. Then omega square equal to 1 divided by R2 R3 C2 C3. Omega equal to എന്ത് വരും? 1 by root of R2 R3 C2 C3. ആ ഒരു രീതിയിൽ നമുക്ക് എഫ് എച്ചിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 by 2π ഇൻറ്റു റൂട്ട് ഓഫ് R2 R3 C2 C3 നമുക്ക് കിട്ടി. ക്ലിയർ ആയില്ലേ? ഫർദർമോർ അപ്പോൾ നമുക്ക് ഫർദർമോർ ഫോർ ദ സെക്കൻഡ് ഓർഡർ ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ റെസ്പോൺസ് ദ വോൾട്ടേജ് ഗെയിൻ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ. വോൾട്ടേജ് ഗെയിൻ എന്താണ്? വി ഒ ഡിവൈഡ് ബി ഇൻ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ ആണ്. നമുക്ക് കിട്ടിയേക്കുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ എ എഫ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡിവൈഡ് ബൈ എഫ് എച്ച് ഹോൾ സ്ക്വയർ ആയിരുന്നു. ഏതിൻ്റെ കേസിൽ കിട്ടിയത്? ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ കിട്ടിയത്. അപ്പോൾ ജനറലായിട്ട് ഇപ്പോൾ എന്ത് ഓർഡർ ഓർഡറുള്ള ഒരു ബട്ടർവർത്ത് സ്ലോ പാസ് ഫിൽറ്റർ ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ എഫ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡിവൈഡ് ബൈ എഫ് എച്ച് ഹോൾ റേസ് ടു 2n ആയിരിക്കും. അപ്പോൾ നമ്മുടെ കേസിൽ എന്താണ്? n ഈക്വൽ ടു 2 ആണ്. സോ വി ഒ ഡിവൈഡ് ബൈ വി ഇൻ മോഡുലസ് ഓഫ് വി ഒ ഡിവൈഡ് ബൈ വി ഇൻ ഈക്വൽ ടു എന്ത് വരും? എ എഫ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡിവൈഡ് ബൈ എഫ് എച്ച് ഓൾ റേസ് ടു 4. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ വോൾട്ടേജ് ഗെയിൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സെക്കൻഡ് ഓർഡർ ബട്ടർവർത്ത് ഫിൽറ്റർ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു ഫോർത്ത് ഓർഡറിൻ്റെ ആണെങ്കിൽ എ എഫ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡിവൈഡ് ബൈ എഫ് എച്ച് ഓൾ റേസ് ടു 2 ഇൻറ്റു 4. ഓക്കെ, 8 വരും. അപ്പോൾ എന്ത് ഓർഡറിൻ്റെ ആണെങ്കിൽ എ എഫ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡിവൈഡ് ബൈ എഫ് എച്ച് ഓൾ റേസ് ടു 2n ആയിരിക്കും ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ എഫ് ഈക്വൽ ടു 1 പ്ലസ് നമുക്കറിയാം ഗെയിൻ എന്താണ്? വേറെ ഗെയിൻ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് ഡിവൈഡ് ബൈ R1. ദാറ്റ് ഈസ് ദ പാസ് ബാൻഡ് ഗെയിൻ ഓഫ് ദ ഫിൽറ്റർ. എഫ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. ക്ലിയർ ആയില്ലേ? ദെൻ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ദ സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ ക്യാൻ ബി ഡിസൈൻഡ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചൂസ് ദ വാല്യൂ ഓഫ് ഹൈ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് എച്ചിൻ്റെ വാല്യൂ നമ്മൾ ഇപ്പോൾ 2 കിലോ ഹെർട്സ് എന്നോ 3 കിലോ ഹെർട്സ് എന്നോ എടുക്കുന്നു. ദെൻ ടു സിംപ്ലിഫൈ ദ ഡിസൈൻ കാൽക്കുലേഷൻ സെറ്റ് R2 ഈക്വൽ ടു R3 ഈക്വൽ ടു R, then C2 equal to C3 equal to C. Then they choose the value of C less than എങ്ങനെയാണ് 1 microfarad. Okay, then calculate the value of R using R equal to C യുടെ വാല്യൂ നമുക്ക് കിട്ടി, എഫ് എച്ചിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ എടുക്കാൻ മേലെ 1 by 2π എഫ് എച്ച് സി. ഓക്കെ, സി ആറിൻ്റെ വാല്യൂ അങ്ങനെ കിട്ടി. എന്തൊക്കെ കിട്ടി? R കിട്ടി, C കിട്ടി, എഫ് എച്ച് നമ്മൾ സെലക്ട് ചെയ്തു. Finally, because of the equal resistor and capacitor value, the passband gain of the AF equal to എന്ത് വരും? എന്താണ്? R ഡിവൈഡ് 1 പ്ലസ് R ഡിവൈഡ് ബൈ R എന്നാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ RF, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കേസിൽ എങ്ങനെ എടുക്കുവാണ്? RF ഈക്വൽ ടു 0.586 R1 എന്ന് എടുക്കുവാണ്. So it is equal to 1.AF has been equal to 1.586. Okay,
ഹെൻസ് ചൂസ് എ വാല്യൂ ഓഫ് R1 ഈക്വൽ ടു 100 കിലോ ഓം. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് RF. ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? RF ഈക്വൽ ടു 0.586 R1 എന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.